നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ. മകൻ മരിച്ചതിന്റെ 4ാം നാൾ അച്ഛനും മരിച്ചു. വിമാനയാത്രയ്ക്കിടെ മരിച്ച നിശാന്തിന്റെ അച്ഛൻ ചെങ്ങാലൂർ പാലപ്പറമ്പിൽ ചന്ദ്രനാണ് അന്തരിച്ചത്. കൊടകര നെല്ലായിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി യുവാവ് പോലീസ് പിടിയിൽ. ചേരുംകുഴി സ്വദേശി തെക്കയിൽ ഷിജോയാണ് അറസ്റ്റിലായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് മറ്റത്തൂർ യൂണിറ്റുകൾ വാർഷിക പൊതുയോഗങ്ങൾ നടത്തി. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്തുമനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KM മാണിയുടെ 92ാമത് ജന്മദിനം മറ്റത്തൂരിൽ കാരുണ്യ ദിനമായി ആചരിച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂരിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷനായി. ഷെന്നി പനോക്കാരൻ, സൈമൺ നമ്പാടൻ, ജോജു ചാഴൂക്കാരൻ, ലിസി ജോൺസൺ, ഷമീറ, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് നേതാക്കളായ CH സാദത്ത്, സിജിൽ ചന്ദ്രൻ, തങ്കമണി മോഹനൻ, PC വേലായുധൻ, ശിവൻ കുറവങ്ങാട്ട്, ഷൈനി ബാബു, ലിനോ മൈക്കിൾ, സായൂജ് സുരേന്ദ്രൻ, നന്ദകുമാർ കൊരപ്പത്ത്, ജോണി കൊട്ടേക്കാട്ടുകാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മകൻ മരിച്ചതിന്റെ 4ാം നാൾ അച്ഛനും മരിച്ചു. റുമേനിയയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെ ഞായറാഴ്ച മരിച്ച നിശാന്തിന്റെ അച്ഛൻ പുതുക്കാട് ചെങ്ങാലൂർ പാലപ്പറമ്പിൽ ചന്ദ്രനാണ് അന്തരിച്ചത്. 67 വയസ്സായിരുന്നു. അസുഖബാധിതനായിരുന്ന ഇദ്ദേഹത്തിന് മകന്റെ മരണവാർത്ത അറിഞ്ഞതോടെ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. 4 ദിവസം മുൻപാണ് ചികിത്സയ്ക്കായി റുമേനിയയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ വിമാനത്തിൽ വെച്ച് മകൻ നിശാന്ത് മരിച്ചത്. ചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച വൈകുന്നേരം വടൂക്കര ശ്മശാനത്തിൽ നടന്നു. തങ്കമണിയാണ് ചന്ദ്രന്റെ ഭാര്യ. നിഷ മകളും, സുദർശനൻ, അതുല്യ എന്നിവർ മരുമക്കളുമാണ്. കൊടകര നെല്ലായിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി യുവാവ് പോലീസ് പിടിയിൽ. ആശേരിക്കാട് ചേരുംകുഴി സ്വദേശി തക്കയിൽ വീട്ടിൽ 31 വയസ്സുള്ള ഷിജോയാണ് അറസ്റ്റിലായത്. 50 ഗ്രാം MDMA ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കിങ്ങിണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇയാൾ കുപ്രസിദ്ധ ലഹരി കടത്തുകാരനാണ്. മീൻ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയതിന് പിടിക്കപ്പെട്ട ജാമ്യത്തിലിറങ്ങിയതാണ്. നെല്ലായി മൂരിയാട് റോഡിൽ നെല്ലായി വൃന്ദാവൻ സ്റ്റോപ്പിന് സമീപം വെച്ച വ്യാഴാഴ്ച പുലർച്ചെയാണ് ഇയാളെ ചാലക്കുടി ഡെൻസാഫ് സ്ക്വാഡ് നേതൃത്വത്തിലുള്ള സംഘവും ചാലക്കുടി DYSP സ്ക്വാഡും കൊടകര പോലീസും ചേർന്ന് പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷിജോയെ കണ്ട പോലീസ് വാഹനം നിർത്തി ചോദ്യം ചെയ്യാനാഞ്ഞതോടെ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് പ്രതിയെ സാഹസികമായി പിടികൂടുകയുമായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഉണക്കമീൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിറ്റതിനും പുത്തൻചിറയിലെ ഇയാളുടെ വാടക വീടിന് പുറകിൽ കുഴിച്ചിട്ട നിലയിൽ 30 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയ കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. മാള സ്റ്റേഷനു പുറമെ തൃശൂർ സിറ്റിയിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും നെടുപുഴയിലും വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും സമാനമായ കേസുകളുള്ള ഷിജോ പീച്ചി പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. 2019 ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊമ്പിടിയിൽ സ്ഥിതി ചെയ്യുന്ന SBI ATM മുഖംമൂടി ധരിച്ചെത്തി കുത്തിപ്പൊളിച്ച് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, ഡാൻസാഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്,
PM മൂസ, VU സിൽജോ, AU റെജി, MJ ബിനു, ഷിജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ലാലു പ്രസാദ്, കൊടകര സ്റ്റേഷനിലെ അഡീഷണൽ SI ദിലീപ്, ഷീബ അശോകൻ, അനിത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TS സഹദ, ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ AK രാഹുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ചാലക്കുടി DYSP K സുമേഷ് അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റിന്റെ 33ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് K കാർത്തികേയ മേനോൻ ഉദ്ഘാടനം ചെയ്തു. KSSPU പറപ്പൂക്കര യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ NN സുലേഖ, TK ജോയ്, MK ബേബി, യൂണിറ്റ് സെക്രട്ടറി K ഹരിദാസൻ, യൂണിറ്റ് ട്രഷറർ KK സത്യൻ എന്നിവർ സന്നിഹിതരായി. അങ്ങനെ എന്തിനാണ് വിഭജിച്ച് പ്രവർത്തിക്കുന്നത്? കൂടുതൽ അംഗങ്ങളെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ സഹായിക്കാനാണ് യൂണിറ്റുകൾ വിഭജിക്കുന്നത്. ഇപ്പം എൻ്റെ ബ്ലോക്കിൽ 2 യൂണിറ്റുകൾ, ഒരു യൂണിറ്റിൽ 153, ഒരു യൂണിറ്റിൽ 200-200 ഈ 33-ാമത്തെ വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ സംഘടനയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും സംശയമുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതിന് നമ്മുടെ വളരെ പരിചയസമ്പന്നനായ ഏറെക്കാലം ജില്ലാ ശക്തമായ വിഷയങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സംഘടനാ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും നമ്മുടെ ഭാരവാഹികൾ ഇക്കാര്യം ഓർമ്മിപ്പിക്കണം. മെഡിസെപ്പ് പദ്ധതി കർശന വ്യവസ്ഥകളോടെ തുടരണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KS ജോർജ്, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, TA വേലായുധൻ, IR ബാലകൃഷ്ണൻ, PV പത്മനാഭൻ, PS സുരേന്ദ്രൻ, MK വിജയൻ, P വേണുഗോപാൽ, K സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി T ബാലകൃഷ്ണ മേനോൻ പ്രസിഡന്റ്, PV പത്മനാഭൻ സെക്രട്ടറി, PS സുരേന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KM മാണിയുടെ 92ാമത് ജന്മദിനം മറ്റത്തൂരിൽ കാരുണ്യ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കോട്ടുകര ശ്രീ ഭദ്ര മാതൃവേദിയിലും മൂന്നുമുറി ശാന്തി ഭവനിലും സംഘടിപ്പിച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രഭു ചാണാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി, ജോണി ഓണപ്പറമ്പിൽ, ഷൈജോ കുഴിക്കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, EK അനൂപ്, അശ്വതി VB, N മനോജ്, K രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോഡൽ ഓഫീസർ ബിന്ദു പർവേശ് അവലോകന യോഗത്തിന് നേതൃത്വം നൽകി. വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തത് മൂലം വിവിധ റോഡുകളുടെ നവീകരണ പ്രവൃത്തികൾക്ക് കാലതാമസം വരുന്നതായി യോഗം വിലയിരുത്തി. പ്രവൃത്തികൾ കാലതാമസം ഒഴിവാക്കി പൂർത്തീകരിക്കുന്നതിന് പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി ജില്ലാതല ഉദ്യോഗസ്ഥർ അടിയന്തരമായി യോഗം ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. നന്ദിപുലം GVHS കെട്ടിടം, തൃക്കൂർ GLPS കെട്ടിടം, അളഗപ്പനഗർ GHSS കെട്ടിടം തുടങ്ങിയവയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. കച്ചേരിക്കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം ഫെബ്രുവരിയിൽ പൂർത്തിയാക്കും. തലൂർ തൈക്കാട്ടുശ്ശേരി റോഡ് നവീകരണ നിർമ്മാണം ഉടൻ ആരംഭിക്കും. പുതുക്കിയ ഭരണാനുമതി ലഭിച്ച പാലക്കടവ് പാലം നിർമ്മാണം ആരംഭിക്കുന്നതിനായി ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം ഫെബ്രുവരി 6 രാവിലെ 9:30 കടലാശ്ശേരി സബ് സെന്ററിൽ ചേരും. മണ്ഡലത്തിലെ കിഫ്ബി ധനസഹായത്തോടെയുള്ള പ്രവർത്തികൾ ആരംഭിക്കുന്നതിനായി ഫെബ്രുവരി 12 തിരുവനന്തപുരത്ത് കിഫ്ബി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടവരുടെ യോഗം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. പുതുക്കാട് റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനായി സാങ്കേതികാനുമതി ഉടൻ ലഭ്യമാകുമെന്നും
മാർച്ചിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പറഞ്ഞു. വിവിധ വികസന പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ MLA യോഗത്തിൽ നിർദ്ദേശം നൽകി. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷനായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ മുഖ്യ അതിഥികളായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, പഞ്ചായത്ത് അംഗം ശ്രുതി രാഗേഷ്, പയ്യൂർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി MV സതീഷ് ബാബു, രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം സെക്രട്ടറി KN സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിലെ പുതിയ ശ്രീകോവിലിന്റെ ശില്പി ശിവകുമാർ, കീഴ്ക്കാവ് നിർമ്മാണം നടത്തിയ ദിലീപ് കുമാർ എന്നിവരെ ആദരിച്ചു. ഫെബ്രുവരി 5 വരെയാണ് കലശ ചടങ്ങുകൾ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KS സുദർശൻ നിർവഹിക്കും. ഫെബ്രുവരി 3 ഉച്ചയ്ക്ക് 12:46 മുതൽ 1:45 വരെയുള്ള സമയത്ത് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണത്തോടനുബന്ധിച്ചുള്ള അതിൻ്റെ പൂർണ്ണതയിലെത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രോഗ്രാമുകളാണ് ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ വിപുലമായിട്ടുള്ള ഒരു മഹോത്സവം എന്ന നിലയിലേക്ക് ഉയർന്ന ഒരു ആഘോഷ പരിപാടിയും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഭക്തിയും നല്ല നന്മയുള്ള കാര്യമൊക്കെ ചെയ്യാം, ഒക്കെ ശരി തന്നെ. പക്ഷെ സ്നേഹത്തിന്റെ വില, ഒരിക്കലും സ്നേഹമില്ലാത്തൊരവസ്ഥ വെളുത്തവരിലും കറുത്തവരിലും സമുദായത്തെയും രാഷ്ട്രീയത്തെയും മനസ്സിലാക്കി ജനങ്ങൾ തമ്മിൽ അടികൂടി ആ രീതിയിൽ ജീവിക്കാതെ ശുദ്ധ മനസ്സോടെ നല്ലവരായി സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാണ്. വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാനുള്ള ധൈര്യവും പ്രചോദനം തന്നത് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രചോദനവും നമ്മുടെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെയും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മെമ്പർമാരൊക്കെ തന്നെ. നമുക്കറിയാം, കേരളത്തിൽ തന്നെ നമ്മുടെ അറിവിൽ അപൂർവമായിട്ട്, അപൂർവം എന്ന് പറഞ്ഞുകൂടാ, കേരളത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇല്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. നമ്മുടെ അറിവിൽ മാത്രമല്ല, നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ പലരും പറഞ്ഞിട്ടുള്ളതാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്ന ഹണിലിനായി എന്റെ നാട് മറവാഞ്ചേരി പ്രവർത്തകർ അടപ്രഥമൻ ചലഞ്ച് ഒരുക്കുന്നു. ഫെബ്രുവരി 4 രാവിലെ 11 ചലഞ്ച് ആരംഭിക്കും. ബുക്കിംഗിനായി 9740086459 9946265859 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. മജ്ജയിൽ ക്യാൻസർ ബാധിച്ച ചെങ്ങാലൂർ ശാന്തിനഗർ സ്വദേശി ഹണിലിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 40 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. ഹണിൽ ചികിത്സാ സഹായ സമിതിയുമായി സഹകരിച്ചാണ് എന്റെ നാട് മറവാഞ്ചേരി പ്രവർത്തകർ അടപ്രഥമൻ ചലഞ്ച് ഒരുക്കുന്നത്. വടക്കാഞ്ചേരിയിൽ കരുമത്ര വാർ ഫിറ്റ്നസ് സംഘടിപ്പിച്ച ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻ പട്ടം കല്ലൂർ സ്വദേശികളായ സഹോദരങ്ങൾക്ക്. കല്ലൂർ കാവല്ലൂർ കരിപ്പറമ്പിൽ ജിൻഷാദിന്റെയും കൗലത്തിന്റെയും മക്കളായ ആദിൽ, അമാൻ എന്നിവരാണ് നേട്ടം കരസ്ഥമാക്കിയത്. 12 വയസ്സിന് താഴെയുള്ള കാറ്റഗറിയിലാണ് ഇരുവരും മത്സരിച്ചത്. ആലങ്ങാട് ശങ്കര UP സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിൽ. അമാൻ കാവല്ലൂർ സെന്റ് ആന്റണീസ് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആനന്ദപുരം കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തണ്ടിയേക്കൽ ചാക്കുണ്ണി മെമ്മോറിയൽ യൂത്ത് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5 മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. NC രതീഷ് അധ്യക്ഷത വഹിക്കും. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ ദേവാലയ വികാരി ഫാദർ ജോൺസൺ തറയിൽ വിശിഷ്ട സാന്നിധ്യമാകും. ഒഴിവു സമയം ഓൺലൈനിൽ ഒതുക്കാതെ പഴമയുടെ ഓർമ്മ പുതുക്കി കൊയ്തൊഴിഞ്ഞ പാടത്ത് പട്ടം പറത്തുകയാണ് കുട്ടിക്കുരുന്നുകൾ.
പുത്തൂർ പൊന്നൂക്കര മൈമ്പിള്ളി പാടശേഖരത്തിലാണ് ഇത്തരമൊരു കാഴ്ച. കൊയ്തൊഴിഞ്ഞ പാടത്ത് ഒഴിവു സമയത്താണ് നാൽവർ സംഘത്തിന്റെ പട്ടം പറത്തൽ. പൊന്നൂക്കര സ്വദേശികളായ ആദിത്യൻ പി ബി, ആദിദേവ് പി, ശ്രീ അനന്തു, ഭവീഷ് കൃഷ്ണ എന്നീ 5, 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് പഴമയുടെ ഓർമ്മയിൽ പട്ടം പറത്തലിന് എത്തുന്നത്. ശനി, ഞായർ ദിവസങ്ങളിലാണ് സംഘം പാടത്തെത്തുന്നത്. ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് സ്വന്തമായി തയ്യാറാക്കുന്ന പട്ടങ്ങളാണ് പറപ്പിക്കുന്നത്. ശക്തമായ കാറ്റിൽ പലപ്പോഴും പട്ടങ്ങൾ കീറിപ്പോകുന്നതും പട്ടവുമായി ബന്ധിപ്പിച്ച നൂൽ പൊട്ടി നിയന്ത്രണം നഷ്ടമാകുന്നതും ഉണ്ടാവുന്നെങ്കിലും അതൊന്നും തന്നെ ഇവർ കാര്യമാക്കാതെ അടുത്ത പട്ടം നിർമ്മിച്ച് വീണ്ടും പാടത്തെത്തും. ഇന്നത്തെ പുതുതലമുറ ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുൻപിൽ സമയം ചിലവഴിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തരാവുകയാണ് ഈ കുട്ടിക്കുരുന്നുകൾ. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിൽ സ്വർണം. പവന് 120 രൂപ വർദ്ധിച്ച് 60,880 രൂപയായി. ബുധനാഴ്ച 650 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ GSTയും പണിക്കൂലിയും അടക്കം 65,000 മുകളിൽ കൊടുക്കണം. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,610 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,285 രൂപയാണ്. അതേസമയം വെള്ളിയുടെ വിലയും കുത്തനെ കൂടിയിട്ടുണ്ട്. 1 ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വില 100 രൂപയാണ്. ഇനി ഇൻഫോടോക്ക്. മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാൻ മാതള നാരങ്ങ ഉപയോഗിക്കാം. മാതള നാരങ്ങയുടെ തൊലിയിലും കുരുവിലും അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന് ഫലപ്രദമാണ്. റിപ്പോർട്ടിലേക്ക്. മുഖം സുന്ദരമാക്കാൻ മികച്ച പഴമാണ് മാതളം. മാതള നാരങ്ങയുടെ തൊലിയിലും കുരുവിലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുഖം സുന്ദരമാക്കാനായി മാതള നാരങ്ങ കൊണ്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. ഏതാനും തുള്ളി ബദാം ഓയിലും മാതള നാരങ്ങ നീരും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക. മുഖത്ത് പുരട്ടി 15 മുതൽ 20 മിനിറ്റിന് ശേഷം കഴുകി കളയുക. ആഴ്ചയിൽ 2-3 തവണ ഈ പാക്ക് ഇടാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മാതള നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ കടലമാവും അല്പം പാൽപ്പാടയും യോജിപ്പിച്ച് പാക്ക് ഉണ്ടാക്കുക. ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക. 15-20 മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇത് ചർമ്മം വൃത്തിയാവുകയും മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2 സ്പൂൺ മാതള നാരങ്ങയുടെ നീരും അല്പം തൈരും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകി കളയുക. ഇത് ചർമ്മത്തെ സുന്ദരമാക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,610, പവന് 60,880 രൂപ. പുതുക്കാട് കാഞ്ഞൂർ ഊരൂത്തുകാരൻ വർഗീസ് ഭാര്യ മേഴ്സി അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഡൽജോ, മേജോ എന്നിവർ മക്കളും നിമ്മി മരുമകളുമാണ്. പുതുക്കാട് മുട്ടിപ്പാലം കാട്ടൂക്കാരൻ ഫിലോമിന അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോയിയാണ് ഭർത്താവ്. റോബിൻസൺ, റിനി എന്നിവർ മക്കളും ജീസൻ മരുമകനുമാണ്. നന്ദിപുരം കോനിക്കര പരേതനായ കുഞ്ഞുണ്ണി ഭാര്യ അമ്മിണി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രമണി, ഉണ്ണികൃഷ്ണൻ, മണി, സുധീർ എന്നിവർ മക്കളും. അപ്പു, അമ്മിണി, ചന്ദ്രിക എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാന്ധി സ്മരണയിൽ രാജ്യം. അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ. മകൻ മരിച്ചതിന്റെ 4ാം നാൾ അച്ഛനും മരിച്ചു. വിമാനയാത്രയ്ക്കിടെ മരിച്ച നിശാന്തിന്റെ അച്ഛൻ ചെങ്ങാലൂർ പാലപ്പറമ്പിൽ ചന്ദ്രനാണ് അന്തരിച്ചത്. കൊടകര നെല്ലായിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി യുവാവ് പോലീസ് പിടിയിൽ. ചേരുംകുഴി സ്വദേശി തെക്കയിൽ ഷിജോയാണ് അറസ്റ്റിലായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് മറ്റത്തൂർ യൂണിറ്റുകൾ വാർഷിക പൊതുയോഗങ്ങൾ നടത്തി. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു.
നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്തുമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KM മാണിയുടെ 92ാമത് ജന്മദിനം മറ്റത്തൂരിൽ കാരുണ്യ ദിനമായി ആചരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.